ചെയ്തത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കുവാനാണ്. ചില നാളുകൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പോകുമ്പോഴും ദൈവം കൽപ്പനകൾ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ കൽപ്പനകളെ എപ്പോൾ ലംഘിച്ചോ അതുമുതൽ അവർ പാപികളായി തീർന്നു. എന്താണ് പാപം എന്നാണെന്ന് ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. നമ്മൾ ദൈവ കൽപ്പന ലംഘിച്ച് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് പിശാചാണ്. എന്നാൽ ഈ പാപം എന്നും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ളതല്ല. പാപത്തിൽ നിന്നൊരു രക്ഷ വേണ്ടേ? പാപത്തിന്റെ അധമ പാതാളത്തിലേക്ക് ഓരോ മനുഷ്യനും തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോർക്കും അതിൽ നിന്ന് മോചനം കഴിക്കുവാൻ കഴിയുന്നില്ല. എനിക്കോ നിങ്ങൾക്കോ ആ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അങ്ങനെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് സകല ഭൂസിമവാസികളുടെയും രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, ഒരു മതത്തിന്റെയോ ആരുടെയും ദൈവമല്ല. സകല ഭൂസിമവാസികളുടെയും ദൈവമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ബൈബിൾ എന്ന് പറയുന്നതും എല്ലാവർക്കും ഏത് സമയവും വായിക്കുവാനും മനസ്സിലാക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളുടെ ഒരു ഗ്രന്ഥമല്ല ബൈബിള്. ഏവർക്കും വായിക്കുവാനും ഏവർക്കും അതനുസരിച്ച് ജീവിക്കുവാനും പറ്റുന്ന ഒരു ഗ്രന്ഥമാണ്. പലപ്പോഴും നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. ഞങ്ങൾ യേശുവിനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കേട്ടിട്ടുണ്ടെന്നൊക്കെ പറയാം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആ യേശു ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തെ പിൻപറ്റി ജീവിക്കുന്നില്ല എങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടു എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ മുന്നിൽ ഒരു ഭക്ഷണം കൊണ്ടുവച്ചാൽ അത് കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിശപ്പ് മാറത്തുള്ളൂ. കർത്താവിനെ കുറിച്ച് കേൾക്കുകയും അതനുസരിക്കും നമ്മളുടെ ജീവിതം അവനിലേക്ക് സമർപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അവനിൽ കൂടെയുള്ള രക്ഷ കടന്നു വരികത്തുള്ളൂ. നമ്മൾ ചെയ്ത പാപത്തിൽ